വെള്ളത്തിൽ മുക്കാൻ പോവാണ് ഗൈസ്. വെള്ളത്തിൽ മുക്കാൻ പോവാണ്. ഐസ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിന്നിക്കഴിഞ്ഞാൽ നേരെ കൊക്കയൊക്കെ കിടക്കും. കഴുകാത്ത സോക്സിന്റെ മണമുള്ള ചീസാണിത്. ഇനി പൊങ്ങാത്ത വാപ്പങ്ങാനുണ്ടെങ്കിൽ മാരൊക്കെ പോഞ്ഞിക്കരക്കൊക്കെ ഫുള്ളാണിടാ. അച്ഛൻ്റെ വീട്ടിലെ കിടപ്പ്, രാമൻകുട്ടിയുടെ കാര്യത്തിൽ കഴപ്പ്. ചന്തിയിൽ വെക്കുക. ഉരുളക്കിഴങ്ങ് തൊലി പിടിച്ച് കിടത്തു കഴിഞ്ഞാൽ ബിയർ കിട്ടുന്ന കേട്ടിട്ടുണ്ട്. ഹായ്, നമ്മൾ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഹൈക്ക് തുടങ്ങാൻ പോവാണ്. നമ്മൾ ഇപ്രാവശ്യം ഫ്രാൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫ്രാൻസിലെ കോൾമാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. 100 യൂറോയ്ക്ക് 5 പേർക്ക് കിട്ടിയ ഡീലാണ്. ഈ റൂം കാണിച്ചു തരാം. ഭയങ്കര അടിപൊളി റൂം, വലിയ റൂം. എന്താ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഇത് കോട്ടൺ സ്റ്റഫ് ആൻഡ് ഇവിടെ ബാത്റൂം, കിടിലൻ ബാത്റൂം. ദെൻ ഒരു വലിയ ഡൈനിങ് ഏരിയ, 6 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലം. ആൻഡ് സോഫ ബെഡ്, TV, പിന്നെ 2 ഡബിൾ കോട്ട് ബങ്ക് ബെഡ്, പിന്നെ ഇവിടെ ഒരു ബീൻ ബാഗ്, പിന്നെ ഒരു അടിപൊളി കിച്ചൺ ഫുൾ എക്യുപ്ഡ്. ഭയങ്കര അടിപൊളി ഡീൽ. 5 പേർക്ക് 100 യൂറോ. ഹായ് ഗൈസ്, ഇതാണ് കിച്ചൺ. ഫ്രിഡ്ജ് അടിപൊളി. സിറ്റിന്റെ ഒത്ത നടക്കുന്ന അടിപൊളി സ്ഥലം. എന്താണ് പരിപാടി? എന്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ചിക്കനും എന്തൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കുള്ള സാധനം മാത്രമേ. അതിന് മുകളിലേക്ക് നീ ക്ലീൻ ആക്കും. മറ്റേ സാധനം ഇല്ലേ, മെഷീൻ ഇല്ലേ, സ്പൂൾ മെഷീൻ ഇല്ലേ? അതിന്റെ ഉള്ളിലൊക്കെ ആയത് കൊച്ചിന്നൊക്കെ ഓൾറെഡി ആൾക്കാർ വന്ന് കയറി. അതിന് പിന്നെ എത്തിയല്ലേ. നമ്മളാ ഡോക്ടർമാരാണല്ലോ കട്ട് ചെയ്യാന്നല്ലോ. അതെ, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലൊക്കെ എല്ലിന്റെ ക്യാപ്റ്റ് കട്ടിയല്ലേ. സോ മെയില വരുന്ന അർജുന്റെ ബർത്ത്ഡേ പോർക്ക് കുറിച്ച് ആഘോഷിച്ചിരിക്കുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രം ഫ്രാൻസ്. സോ ഫസ്റ്റത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇവിടെ ഓരോരുത്തർ പ്രീ ഹൈക്കിംഗ് സ്ട്രെച്ചിലാണ്. ഹായ്, നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ദിസ് ഈസ് ദ സ്ട്രീറ്റ്. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എനിക്ക് തോന്നുന്നത് ജർമ്മനിയിലത്തെ ഹെൽഡൻ ബ്രോഡ്ഷൻ സാധനം അതാണെന്ന് തോന്നുന്നുണ്ട്. നിന്റെ സാധനം എങ്ങനെയുണ്ട്? ഇത് ബ്രെഡിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഷോക്ക ബ്രോഡ്. നിന്റെ സാധനം എങ്ങനെയുണ്ട്? ഇത് ചീരൊക്കെ ഇട്ടൊരു വാസ്ത പോലെയുണ്ട്. കേക്കാണത് കഴുതി. നിന്റെ എന്താ? കൊള്ളാം. മധുരം പ്രതീക്ഷിച്ചു, മധുരം കിട്ടി. ഹായ് ഗൈസ്, സോ ഇക്കൊല്ലത്തെ ഫസ്റ്റത്തെ ഹൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രാൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പോയിട്ട് ഒരു ഹട്ടിൽ സ്റ്റേ ചെയ്ത് നാളെ കാലത്ത് തിരിച്ചു വരും. കൊള്ളാൻ പറ്റില്ലാത്തൊരു പേരുമാണ്. ഹൈക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഫ്രം മ്യൂൾബാക്ക് സുർ മ്യൂൺസ്റ്റർ ടു കോൾ ഡേ ലാഷ് ലുക്ട്. ഹട്ടിന്റെ പേര് വേറെ എന്തോ ആണ്. അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ എന്താ 4 അതാണ് നമ്മുടെ ഹട്ടിന്റെ പേര്. സോ ഇതാണ് സ്ഥലം. നമ്മൾ പാർക്ക് ചെയ്തു കാറ്. നമുക്ക് ഫ്രീ പാർക്കിംഗ് കിട്ടി. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജ്. ഓബർഡോർഫ് എന്നാണ് ഇതിൻ്റെ പേര്. സോ നമ്മൾ ഒരു മണിക്കൂറായിട്ട് ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ കാട്ടിക്കൂടെ അല്ല, ഇവിടേക്ക് കാറിൽ വരാൻ പറ്റും ഈ ഹട്ടിലോട്ട്. സോ പാരലലി ഒരു റോഡ് പോകുന്നുണ്ട്. നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറുന്നത്. ഒരു നല്ല സ്ഥലം. കുറേ നാൾ ഹൈക്ക് ചെയ്യാതിരിക്കുന്നതിൻ്റെ ശരീരം കാണിക്കുന്നുണ്ട്. മോനെ ടച്ച് വിട്ട് പോയി, പണിയെടുക്കുന്നു. ഇങ്ങനത്തെ മാർക്കിങ്സാണ്. നമ്മൾ ഹൈക്കിൽ റൂട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരത്തുമ്മലൊക്കെ ഇങ്ങനത്തെ മാർക്കിങ്സ് ഉണ്ടാവും. അത് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ ഹൈക്കിൻ്റെ എൻഡ് പോയിന്റിലെത്തും. സോ ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ ഫ്ലാഗ് പോലെ വൈറ്റ് റെഡ് എന്നുള്ള മാർക്കിങ്സ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെയാണ്. നമ്മൾ കുറേ നടന്നെങ്കിലും ഇവിടെ നിന്നാണ് ഒഫീഷ്യലി ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഈ കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ദിസ് ഇസ് എ മാപ്പ്
ആൻഡ് ഈ കാണുന്ന ഫെയർസ്ലെസ് ടൂറിസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുന്നേറി പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ. ഇങ്ങനെ ഡൽഫിനെ കൊല്ലത്തെ ആദ്യത്തെ ഹൈക്ക്. ആദ്യത്തെ ഹൈക്ക് ആയതുകൊണ്ട് ചെറിയ അവിടെ ഇവിടെ പിടുത്തം വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഓ, വിരിഞ്ഞ സ്ഥലത്തേക്ക് എത്തി. 6 മാസത്തെ വൃത്തിയിട്ട ബെർലിൻ ജീവിതത്തിന് ശേഷം. അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇത്. ആക്ച്വലി മറ്റേ വിന്റർ പരിപാടിക്ക് വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. മൊട്ടക്കുന്നാണ് ഇതില്. പോണ വഴിയിൽ സ്നോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് 30-ാം തീയതി തൊട്ടിട്ടാണ് ഈ റൂട്ട് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി റൂട്ട് ആ ഹട്ട് തുറന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ റൂട്ട് ഓപ്പൺ ആയിന്ന് അസ്യൂം ചെയ്തിട്ട് പോവാം. ആൻഡ് ലെറ്റ്സ് ഈ വഴിയിൽ എങ്ങനെയാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു മലയാണ്. നമ്മൾ ഹൈസിനെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 1200 മീറ്റർ വന്നതേ ഉള്ളൂ. 1300 മീറ്ററിലാണ് നമ്മളുടെ മല. ആടാട് ആടാട്. അതെ, അവിടെ അങ്ങോട്ട് നോക്കൂ. അവിടെ ഒരു 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 കാട്ടാട്, മലയാട്. നൈസ് നൈസ്. അവിടെ നൈസ് ഏരിയ. മൊത്തത്തിൽ മറ്റേ പാറക്കല്ലുള്ളതൊക്കെ ഉണ്ട്. സീൻ സ്ഥലം. സ്ഥലം അധികം ഹൈറ്റ് ഇല്ലെങ്കിലും കിട്ടില്ല വ്യൂസ്. Let me show you something interesting. പൊപ്പനെ തപ്പിപ്പോം. എന്താണ് പാട്ടൊക്കെ കേട്ടിരിക്കുക? പോവാം, തണുക്കുന്ന. ഇനി ജാക്കറ്റ് എടുക്കാൻ ഇനി അടുത്ത യുദ്ധം വേണം. വെള്ളത്തിൽ മുക്കാൻ പോവാണ് ഗൈസ്. വെള്ളത്തിൽ മുക്കാൻ പോവാണ്. വെള്ളത്തിൽ മുക്കാൻ പോവാണ്. 1 2 3. മുടിഞ്ഞ തണുപ്പ്, കൈ ഫ്രീസായി. പക്ഷേ അതെ, ഡയറക്റ്റ് ഉരുകി മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. ആ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസാണ്. കാറ്റെന്ന് പറഞ്ഞാൽ അന്യായ കാറ്റ്. കുറച്ച് പുഷ് കിട്ടുന്നുണ്ട് മുകളിലോട്ട് കാറ്റായതുകൊണ്ട്. നമ്മൾ ലെഹോഹ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടിൻ്റെ പീക്കിലെത്തിരിക്കുകയാണ്. 1360 മീറ്റർ ഹൈറ്റാണ് ഇതുള്ളത്. ആൻഡ് ദ വ്യൂസ് ആർ റിയലി ബ്യൂട്ടിഫുൾ. ഷോ യു. ഡ്രോൺ പറത്താൻ പറ്റൂല, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് ഒരു ഡ്രോൺ എഫക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇതെന്താണ് വട്ടമേ? ഇതെന്താ പരിപാടി? മലകളുടെ മാപ്പാണോ? ഇവിടുന്ന് ഓരോ ഡയറക്ഷനിൽ ഏതൊക്കെ സിറ്റിയാണ്, ഏതൊക്കെ സ്ഥലമുള്ളത്. ഓക്കെ, ഉണ്ട് ഇതിൻ്റെ മുകളിൽ. നമ്മുടെ പൈസ ക്യാഷായിട്ട് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അത് അടുത്ത ഹട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാർഡ് വെച്ച് എന്തെങ്കിലും കിട്ടുമെന്നെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഹട്ടിലോട്ട് പോകുന്നുള്ള പരിപാടിയാണ്. സോ ഇവിടെ ഓൾറെഡി ക്യാമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ
കാറിലെത്താൻ പറ്റുന്നൊരു ഹൈക്കാണ്. എടാ അതേ ഉണ്ട്. പക്ഷേ ഇത് ഫ്രഞ്ച് ആയതുകൊണ്ട് കാർഡ് എടുക്കുമെന്നാണെന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ. ഓംലെറ്റ് വിത്ത് ഷിങ്കൻ, പിന്നെ ഇതാണ് ഊർസ്റ്റ് സോസേജ് വിത്ത് ഫ്രൈസ് ടൈപ്പ് സോസേജ്. ഇത് സ്മോക്ഡ് മറ്റു സാധനം തോന്നുന്നു. പിന്നെ പിക്കിള്, ലെമണേഡ്, പിന്നെ 2 ടൈപ്പ് ഷിങ്കൻ. ഇതാണ് സ്ട്രാസ്ബുർഗർ സോസേജ് വിത്ത് ഫ്രൈസ്. ഫ്രഞ്ച് ഫ്രൈസ്. ഫ്രാൻസിൽ വന്ന് അച്ഛനെ ഫ്രാൻസിൽ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോണ്ടിരിക്കണം. സോ നേരത്തെ മൈക്ക് ഓണായിരുന്നില്ല, പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല. സോ ഇതാണ് ഫുൾ സ്നോ ആണ്. പക്ഷെ കുറച്ച് ഏരിയയിലുള്ളൂ, ബാക്കി ഏരിയയിലൊക്കെ ഉരുകി. അതുകൊണ്ട് സേഫായിട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ എത്തിയിട്ടായിരിക്കും മഴ പെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഫുഡൊക്കെ കഴിഞ്ഞ് ആടിപ്പാടി എത്തിയപ്പോഴേക്കും മഴ തുടങ്ങി. പക്ഷേ ലൈറ്റ് ട്രെയിനാണെന്നുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നതാണല്ലോ. ഫ്രാൻസിലെ ഈ ഹട്ടിന് റെഫ്യൂഗി എന്നാണ് തോന്നുന്നുണ്ട് പറയുന്നത്. ഫുഡും കിട്ടും, ഷെൽട്ടറും കൂടിയിട്ടുള്ള സെറ്റപ്പാണ്. ഓൾമോസ്റ്റ് 1000 മീറ്റേഴ്സ് എലവേഷൻ ഗെയിൻ ഉണ്ടായിരുന്നു. ആക്ച്വലി പ്ലാൻ ചെയ്തത് 880 മീറ്ററാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ മുകളിലേക്കും കൂടെ കയറിയപ്പോൾ അത് എക്സ്ട്രാ ഒരു 150 കൂടെ കയറി. ഓൾമോസ്റ്റ് 1000 മീറ്റേഴ്സ്. ഇതാണ് ഒരു ഫ്രാൻസിലത്തെ മലമുകളിലുള്ള ഹട്ട്. ഇതാണ് കോട്ടൊക്കെ വയ്ക്കാനുള്ള സ്ഥലം. ആൻഡ് ഇവിടെ ഫ്രീ ആയിട്ട് ഷൂസസൊക്കെ എക്സ്ട്രാ ക്രോക്സ് ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷൂ ഒക്കെ മാറ്റി മണമില്ലാത്ത ചെരുപ്പിട്ട് ഇറങ്ങാം. ഇവിടെ എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട്, ഹിന്ദിയിലൊക്കെ ഉണ്ട്. നോ ഷൂസ് അല്ല, അവിടെ നിന്നാണ് എഴുതിയേക്കുന്നത്. കിടക്കാനുള്ള ബെഡ്ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഹുട്ടൻ സ്ലാഫ് എന്നാണ് ജർമ്മനിൽ പറയുക. ബേസിക്കലി അത് എപ്പോഴും തുണിയൊന്നും ബെഡ്ഷീറ്റൊന്നും കഴുകാത്തതുകൊണ്ട് നമ്മളൊരു ലൈനിങ് എക്സ്ട്രാ ഇടുകയാണ് ഫോർ സേഫ്റ്റി ഹൈജീൻ പർപ്പസസ്. ചെറുതായിട്ടൊന്ന് വീഴാൻ പോകും. ഇതാണ് ബഗ് ബെഡ്സ്. ഇന്നിവിടെ ഭയങ്കര ഫുള്ളാണ്, അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. യാത്രല്ലേ ഉള്ളു. ശാസ്ത്രം തോറ്റു, ജഗ് ജയിച്ചു. സോ ഇതാണ് നമ്മുടെ ഫുഡ്. ഇതെന്താ, ഒരു ദാലിൻ്റെ സൂപ്പ്, ലിൻഡൽ സൂപ്പ്, പിന്നെ ഒരു ബ്രെഡ്, പിന്നെ ചീസ്. ഇതെന്ന് മറ്റേ നമ്മുടെ പിണ്ണാക്കിൻ്റെ അല്ലെങ്കിൽ കഴുകാത്ത സോക്സിൻ്റെ മണമുള്ള ചീസാണിത്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പും ചീസും ബ്രെഡും മാത്രമേ കിട്ടുള്ളൂ. നമ്മളത് മാത്രം, അത് 3 കോഴ്സ് മീലാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇരിക്കുന്നത്. ആന കൊടുത്താലും ഫുഡിനോടുള്ള ആശ കൊടുക്കരുതെന്നാണല്ലോ. അവരുടെ ഇതൊക്കെ എടുത്തിട്ട് ഇത് ഐസ്ക്രീം വിളമ്പാനുള്ള സാധനമാണ്. അപ്പോൾ എന്തായാലും 3 കോഴ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. വെള്ളം കുടിക്കാനുള്ള സാധനം. ഇതെടുക്കാനായിട്ട് നാളെ എന്തെങ്കിലും വേണോ ചോദിക്കാൻ. അപ്പൊ ഈ സൂപ്പും ബ്രെഡും നിന്ന് അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ അത് വളരെ മോശമായി പോയിട്ടോ. അപകടമായിരിക്കും വരല്ലോ.
സൂപ്പ് കുടിച്ചോ? ഇല്ല, എന്തോ വരാറുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ പറ്റിച്ചിട്ട് അവൻ സൂപ്പ് ഒന്ന് കുടിച്ചു തീർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള സൂപ്പ് കുടിച്ചോ. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ നമുക്ക് മെയിൻ കോഴ്സ് ശരിക്കും വന്നിരിക്കുകയാണ്. അങ്ങനെ അതെ, അവസാനം അത് കറക്റ്റായി. ഇത് കുറേ ഉണ്ട്. ഇത് സെറ്റാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ 20 ഉണ്ട്. വീട്ടിലും പാസ്ത അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഡെസേർട്ടുണ്ട്, കേക്കാണ്, ബ്രൗണി, മാജിക് ബ്രൗണിയാണ്. കുറച്ച് പൊട്ടയെങ്കിലും പുഴുങ്ങി വെക്കാമായിരുന്നു. കുറച്ച് മുട്ടയെങ്കിലും പുഴുങ്ങി വെക്കാമായിരുന്നു. ഇതല്ലാത്ത ചതി. ഇതിൽ നമ്മൾ സാധാരണ മുട്ടയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ ഒന്നുമില്ല. ഓട്സും യോഗട്ടും ബ്രെഡും ജാമും മാത്രമേ ഉള്ളൂ. വെരി സാഡ്. നോ പ്രോട്ടീൻ. സീരിയൽ വലിയ പ്രതീക്ഷകളായിരുന്നു. എല്ലാം വീണുടഞ്ഞു. സോറി, വെരി ലൗഡ്. ഹെവി കോട. നല്ല ആൽക്കഹോളിക് വെതർ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. താഴത്തേക്ക് മല ഇറങ്ങുവാണ്. ഫുൾ കോടയടിച്ച് കിടക്കുവാണ്. ആൽഫിൻ ഫ്രാൻസിസ്. ഓ, ഫ്രാൻസിൽ സ്വന്തമായിട്ട് ക്ലബ്ബൊക്കെ ഉള്ള ആളാണല്ലേ. രണ്ട് ഗിഫ്റ്റ് പൊതികൾ നടന്നു പോകുന്നു. സുഖം കൂടുതലാണ്. അലുമിനിയം ഇതുണ്ടായിരുന്നെങ്കിൽ ചിക്കൻ്റെ ഓവനിൻ്റെ അടിയിൽ വെച്ചിരുന്നെങ്കിൽ 12 കിരിയിലെ €6 ഇപ്പോഴത്തെ ഹവ. സിംഗിൾ യൂസ് ആയിരിക്കും അത്. സിംഗിൾ യൂസ് ആയിരിക്കും. മാരക വ്യൂ. സൂക്ഷിച്ച് പൊക്കോടെ. അല്ല, ഇന്നലെ കാണാൻ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഐസ് റിഡ്ജിൻ്റെ മുകളിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. തിന്നിക്കഴിഞ്ഞാൽ നേരെ കൊക്കയൊക്കെ കിടക്കും. സൂക്ഷിച്ച് വന്നോളെല്ലാവരും. എന്നിട്ട് പപ്പ ഇങ്ങോട്ട് നോക്കി. ഇന്ന് മലമുകളിൽ മഞ്ഞിലെ റാപ്പറിനെ പരിചയപ്പെടുത്താണ്. കമോൺ റാപ്പ്. ഡോ എടോ ഇങ്ങട് വാ. അതാ ഈ കോണിപ്പിടി ഡേ. ഇത് എന്തിനടാ? നീ തൈസിൽ ചവിട്ടിക്ക് തോളിൽ ചവിട്ടിക്ക് പോഞ്ഞിക്കറിയോ സ്ട്രോങ് ആണിടാ. ഇനി പൊങ്ങാത്ത വാപ്പങ്ങാനുണ്ടെങ്കിൽ മാറിക്കെ പോഞ്ഞിക്കരക്കൊക്കെ ഫുള്ളാണിടാ. അച്ഛൻ്റെ വീട്ടിലെ കിടപ്പ്, രാമൻകുട്ടിയുടെ കാര്യത്തിൽ കഴപ്പ്, ആ പ്യാരിയുടെ കൊടിയുള്ള നടപ്പ്, പിന്നെ തൊട്ടേനും മുട്ടേനും വഴക്ക്. ഞാൻ പോഞ്ഞിക്കരയിലിടാവാ. പണ്ടത്തെ ജിംനാസിയാടാ. ചൊറു വേണമെന്ന് ചോദിച്ചപ്പോൾ ജാടാ. ഇനി കുമ്പിടാൻ തിരിപ്പാടാ. നിൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ എന്നോട് നീ ഇങ്ങനാണോ? ചെറുക്കൻ്റെ ടീംസിൻ്റെ ഷോയാ. അണ്ടർവെയറിട്ടെങ്ങ് വാടാ. പിന്നെ മസിലും പെരിപ്പിച്ച് തൈസും പിറപ്പിച്ച് ചെസ്റ്റും വിരിഞ്ഞെടുത്ത് തിരിഞ്ഞപ്പോൾ മൊത്തത്തിൽ ലോക്കാണ് ഡാ. മിസ്റ്റർ പോഞ്ഞിക്കരയാടാ.
എനിക്കൊടുക്കത്തെ മസിലാട്ടാ. ആ മസിലൊന്ന് പിടിച്ചിട്ട് ഇടനെഞ്ച് വിരിച്ചിട്ട് സാമ്പാറിലുള്ള കാട്ട. ലെറ്റ്സ് പ്ലേ പഞ്ചപ്പെടുത്തണ്ടാ. എനിക്ക് എതിരാളി. ആ ചെന്തങ്ങി മണ്ടയിൽ ആടണ കുലയിലെ കരിക്കൊന്ന് കുടിക്കണണ്ടാ. ഹൈക്കിനൊക്കെ പോയി കൈ തണുത്ത് പണ്ടാറടങ്ങി ഇരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് അർജുൻ എനിക്കിപ്പോൾ പറഞ്ഞു തന്നു. ഗ്ലൗസ് ഊരിയിട്ട് ചന്തിയിൽ വെക്കുക. ഓ നല്ല ടിപ്പാണ്. കൈ പെട്ടെന്ന് പോകാൻ പോകും. അടിപൊളി സാധനം. ഉരുളക്കിഴങ്ങ് തൊലി പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബിയർ കിട്ടുന്ന കേട്ടിട്ടുണ്ടോ? 10 കിലോൻ്റെ ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് തൊലി പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബിയർ വെച്ച് കിട്ടുമായിരുന്നു. നമുക്ക് ഫ്രഞ്ചിലായിരുന്നു അത് എഴുതിയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങളെങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വല്ല ഓഫർ ഉണ്ടോ നോക്കി നോക്ക്. വെറുതെ ബിയറിന് 6 യൂറോ വെച്ച് കൊടുത്ത് പൈസ കളഞ്ഞു. ഹൈക്ക് ആഫ്റ്റർ 30s. മുട്ടവേദന കാരണം തിരിഞ്ഞിറങ്ങുന്ന തല തിരിഞ്ഞമ്മ. ഹൈക്ക് ബിഫോർ 30. ഇങ്ങനെ ഹൈക്ക് ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ താഴെ എത്തി. ഇനിയിപ്പോൾ കാറിൽ പോകുന്നു, കാറെടുക്കുന്നു, എൻ്റെ തിരിച്ച് നാട്ടിലോട്ട് ജർമ്മനിയിലോട്ട് പോകുന്നു. സോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. ബൈ.